നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ കളക്ടറെ, വക്കീലും പോലീസും ഒക്കെ ആയിട്ട്? അമ്മ എന്നോട് ക്ഷമിക്കണം. മറ്റു വഴിയില്ലാത്തോണ്ടാ ഞാൻ നിയമത്തിന്റെ വഴി തേടുന്നത്. കളക്ടർ കാര്യം പറയൂ. കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാ. നിയമപരമായി എന്റെ മകൾക്ക് നമ്മുടെ എല്ലാ സാന്നിധ്യത്തിൽ ആത്മജ ദത്ത് നൽകിയ കുഞ്ഞിനെ ഇന്നലെ ബലമായി തിരിച്ചു വാങ്ങിയെന്നറിഞ്ഞു. കുഞ്ഞിനെ തിരിച്ചെടുത്ത് എന്റെ മകൾക്ക് നൽകാനാ ഞാൻ വന്നത്. എന്നാ പിന്നെ അതൊന്നും കാണണല്ലോ. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാ ഞാൻ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നത്. തടുക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. ആ, ഉമാദത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. ദത്ത, തനിക്കൊന്നും തോന്നരുത്. ഒരു കാര്യമില്ലാതെ തന്റെ ഭാര്യ പ്രവോക്കേഷൻ ഉണ്ടാക്കിയതുകൊണ്ടാ എനിക്ക് ഇങ്ങനൊരു സാഹസം കാണിക്കേണ്ടി വന്നത്. ദാ വായിച്ചു നോക്ക്. സ്പെഷ്യൽ സാങ്ഷന്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിത് ഉണ്ടാക്കണമെങ്കിൽ ഈ വിഷയം എത്രത്തോളം ഗൗരവത്തോടെയാണ് ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് തനിക്ക് ഊഹിക്കാലോ. വരും വരായികകള് താൻ തന്റെ ഭാര്യ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ആത്മജ സുമനസാലെ കുഞ്ഞിനെ എടുത്ത് കൊടുക്കുന്നുണ്ടോ അതോ ഞങ്ങൾ ബലം പ്രയോഗിച്ചത് ചെയ്യണോ? അമ്മേ വേണ്ട, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ആദ്യം ഇതിൽ ഇടപെടണ്ട. നീ വിചാരിച്ചിട്ടൊന്നും നടക്കാത്തതുകൊണ്ടാണല്ലോ എനിക്ക് ഈ പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെടേണ്ടി വന്നത്. ആത്മജ തീരുമാനമൊന്നും പറഞ്ഞില്ല. നടപ്പില്ലാത്ത കാര്യത്തിന് ഞാനെന്ത് തീരുമാനം പറയാനാ? അമ്മി വേണ്ട. എന്നുവെച്ചാ ഞാൻ എന്റെ കുഞ്ഞിനെ ഇവർക്ക് വിട്ടുകൊടുക്കണമെന്നാണോ? അങ്ങനെ ഈ കടലാസ് പറയുന്നത്. നിങ്ങൾ എവിടത്തെ പോലീസ് സൂപ്രണ്ടാ മനുഷ്യ? സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു ആവശ്യം വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? പിന്നെ കോടതി പറയുമ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നിയമം പാലിക്കേണ്ടതല്ലേ ഒരു പോലീസ് ഓഫീസറുടെ കടമ. അത് ശരി, എല്ലാരും കൂടി എന്നോട് പ്രതികാരം ചെയ്യാല്ലേ? നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വെറുപ്പിക്കല്ലേ എന്റെ ആമി. എന്നുവെച്ചാ ഞാൻ വെറുപ്പിക്കുന്നവള്? വെറുപ്പിക്കാത്ത ഇവളുടെ അമ്മയുടെയും കൂടെ നിങ്ങൾ എല്ലാവരും കൊള്ളാം കൊള്ളാം. മുത്തശ്ശിയിൽ നിന്ന് ഞാൻ എന്തായാലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ ചോദിച്ചു വാങ്ങിയതല്ലേ ഇതെല്ലാം. ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മായ വരൂ. കുഞ്ഞ് ആരുടെ കയ്യിലാണെങ്കിലും എനിക്കൊരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് നിയമപരമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ഔദാര്യം മായ ചെയ്തു തരണം. എന്താ അത്? ഈ കുഞ്ഞിനെ ചെമ്പകശ്ശേരി വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവുമായും മായ ഇനി ഇവിടെ വരാൻ പാടില്ല.